ഈ ഫാമിൽ HF ജേഴ്സി ഇനങ്ങളാണ് കൂടുതലുള്ളത്. ഇന്ത്യൻ ബ്രീഡ്സായ ഗീർ, സാഹിവാളൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ഡെയറി ഫാമിലേക്ക് അത് അത്ര ഒരു യോജിച്ചതല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. നല്ല ഗുണനിലവാരമുള്ള ബ്രീഡാണെങ്കിലും നമുക്ക് പാലിൻ്റെ ഉൽപ്പാദനം അതിൽ ഇച്ചിരി കുറവായതുകൊണ്ട് ഫാം നടത്തുന്നവർക്ക് HF ജേഴ്സികളാണ് എനിക്ക് ഒരു നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ നല്ല നിലവാരമുള്ള ബീജങ്ങൾ കുത്തിവെച്ചാൽ, ഇപ്പോൾ തന്നെ KLD ബോർഡിൻ്റെ കയ്യിൽ നല്ല ഗുണനിലവാരമുള്ള ബീജങ്ങളുണ്ട്. അത് കുത്തിവെച്ചാൽ തന്നെ നമുക്ക് 30-40 ലിറ്ററിൻ്റെ പശുക്കുട്ടികൾ ജനിക്കുകയും നമ്മുടെ ഫാമിൽ തന്നെ NDDBയുടെയും KLD ബോർഡിൻ്റെയും കന്നുകുട്ടികൾ പിറന്നു വന്നത് 40 ലിറ്റർ വരെ പാല് കിട്ടുന്ന പശുക്കളുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംസ്ഥാനത്തേക്ക് എല്ലാ വർഷവും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം അന്യ സംസ്ഥാനത്ത് നിന്നും പശുക്കുട്ടികളെ വാങ്ങിയാൽ മാത്രമേ ഇവിടെ സബ്സിഡി കാര്യങ്ങൾ നൽകുകയുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്ന, നമ്മൾ ഇതുപോലത്തെ ഫാമുകളിൽ വളർത്തിയ കുട്ടികളെ ഞങ്ങൾ എന്ത് ചെയ്യണം? അന്യ സംസ്ഥാനത്തേക്ക് കൊടുത്ത് വീണ്ടും അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ഒരു ഘട്ടമാണ്. അതിനൊക്കെ തിരുത്താൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഏകദേശം 100-ൽ പരം പശുക്കൾ ഞങ്ങൾക്ക് ഫാമിൽ ഇപ്പോൾ നിലവിലുണ്ട്. 700 മുതൽ 800 ലിറ്റർ വരെയാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മളെ പീക്ക് എന്ന് വെച്ചാൽ 1200 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിച്ച ദിവസങ്ങളുമുണ്ട്. കാർഷിക മേഖലയിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരുകൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളും കർഷകരോടൊപ്പം എന്നും നിലകൊള്ളുന്ന വകുപ്പുകളാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നും എനിക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ തന്നെ അടുത്താണ്, ഞങ്ങളെ 30 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് ആവശ്യപ്പെട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത്യാവശ്യം ഞങ്ങളെ ഫീൽഡൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വിട്ലയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ പോയാൽ തന്നെ കൊക്കോ, അടയ്ക്കയുടെയൊക്കെ കാര്യങ്ങൾ വിശദമായി പഠിക്കാനും അതിന് വേണ്ട ശാസ്ത്രീയ രീതി നമുക്ക് അവലംബിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഗുണമാണ്. അതേപോലെ കേരളത്തിലെ കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ചെറുകിട നാമമാത്ര കർഷകർക്കാണ് ഇവിടെ സപ്പോർട്ടായിട്ട് കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എന്ത് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ക്ഷീരവികസന വകുപ്പ് ഇന്നും നമ്മുടെ ക്ഷീര കർഷകർക്കൊപ്പം ഉണ്ട്. നമ്മുടെ പുൽത്തോട്ടത്തിനൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതേപോലെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും യഥാസമയം ചികിത്സകളും അതേ KLD ബോർഡിൻ്റെ NDDBയുടെ ഒക്കെ സെമനൊക്കെ നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ചില മാതൃകാപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാലിന് 4 രൂപ സബ്സിഡി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു രീതി ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം 4 രൂപ സബ്സിഡി കൊടുക്കുമ്പോൾ തന്നെ അതിലൊരു ക്ലോസ് ഉണ്ട്, മാക്സിമം 40,000 രൂപയെന്ന് പറയുന്നത്. പക്ഷേ 40,000 രൂപയെന്ന് പറയുമ്പോൾ വൻകിട കർഷകരെ സംബന്ധിച്ചിട്ട് അത് ഒരു 10 ദിവസത്തെ പാലിൻ്റെ പൈസയേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ചെറുകിട കർഷകർക്ക് അത് ഓക്കെയാണ്. പക്ഷേ ചെറുകിട കർഷകരെന്നും ആ ഉൽപ്പാദന ചെലവ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ 1 ലിറ്റർ പാലിൻ്റെ ഉൽപ്പാദന കോസ്റ്റ് 22 മുതൽ 23 രൂപയാണ്. ഞങ്ങൾക്ക് മിൽമയിൽ തന്നെ 42 മുതൽ 45 രൂപ വരെ കിട്ടും. നമ്മുടെ പീക്ക് ടൈമിലാണെങ്കിൽ ഞങ്ങൾക്ക് 22 രൂപയാണ് പാലിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നിൽക്കുന്നത്. ആവറേജായി എടുത്തു കഴിഞ്ഞാൽ 25 രൂപേൻ്റെ താഴെയാണ് വരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം പുൽകൃഷി ഉള്ളത് കൊണ്ടാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് പാൽ കർഷകരോട് ചോദിച്ചാലും 35 മുതൽ 38 രൂപ അല്ലെങ്കിൽ 40 രൂപ എന്ന് പറയുന്ന വില പറഞ്ഞേ ഉണ്ടാകും.
ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ 2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ശരിയാം വിധം ഏതെങ്കിലും ഫാമിൽ പോയി ഒരു 3 മാസമെങ്കിലും മിനിമം സ്റ്റഡി ചെയ്തിട്ട് ഈ മേഖലയ്ക്ക് കടന്നു വരാവൂ. അതല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒന്നാമതായി, നമ്മുടെ കറവ ശരിയായില്ലെങ്കിൽ നമ്മുടെ അകിടുകൾ പെട്ടെന്ന് നശിച്ചു പോകും. ശരിയായ രീതിയിൽ പാൽ കറന്നെടുക്കാൻ പറ്റിയാൽ അകിട് വീക്കം എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ ഫാമിലില്ല. അതേപോലെ തന്നെ പുൽകൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയ്ക്ക് കടക്കലാണ് അഭികാമ്യം. അല്ലെങ്കിൽ ഇന്ന് സൈലേജൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അതൊരു നമ്മുടെ ഇതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി കൂടി കിട്ടും. ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കളെ വാങ്ങി നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഈ മേഖല വൻ വിജയത്തിലേക്കാണ്. ബയോഗ്യാസ് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ഒരു 12 വർഷമായി നമ്മൾ ഒറ്റ സിലിണ്ടർ വരെ വാങ്ങിയിട്ടില്ല. കാരണം ഒരു വിറക് കത്തിക്കേണ്ടി വരുന്നില്ല. ഈ ബയോഗ്യാസ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാഫിനും വീട്ടുകാർക്കും എല്ലാം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നു. അത് ഒരു നേട്ടം തന്നെയാണ്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.